ഷിഫ്റ്റ് ചെയ്ത് മാറ്റിയിട്ട്. അപ്പൊ ഈ ഒരു സമയം എനിക്ക് തോന്നുന്നു സാറ് പറഞ്ഞതുപോലെ ആർക്കും പരിചിതമല്ല. അതുകൊണ്ട് തന്നെ ആള് വളരെ കുറവാണ്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് നമ്മുടെ ഒരു ടോപ്പിക്കിലേക്ക് കടക്കും. കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതിന് എന്തൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. അതായത് നമ്മളെ മറ്റുള്ളവർ കേൾക്കുന്നില്ല എന്നുള്ള ഒരു പരാതി പല ആൾക്കാർക്കുണ്ട്. എന്നെ കേൾക്കാൻ ആരുമില്ല എന്ന് പറയുന്ന പല ആൾക്കാരുണ്ട്. പക്ഷെ അവരെ കേൾക്കാനില്ലാത്തതായിരിക്കില്ല. അപ്പൊ നമ്മൾ ഈ മികച്ച നല്ല ഒരു കമ്മ്യൂണിക്കേഷന് നമ്മളെ മറ്റുള്ളവർ കേൾക്കാനും കേട്ടിരിക്കാനും അതുപോലെ തന്നെ നമുക്ക് ഒരു ഫീഡ്ബാക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടുന്ന കുറെ അധികം ശീലങ്ങളുണ്ട്. അപ്പൊ അതിലൊരു 7ഓളം ഹാബിറ്റ്സ് എന്തൊക്കെയാണ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നമുക്ക് ചർച്ച ചെയ്തു പോവാം. ഫസ്റ്റ് പറയുന്നത് ഗോസിപ്പ്. അപ്പൊ ഈ ഗോസിപ്പ് എന്ന് പറയുന്നത് നമ്മള് ഒരാളെ പറ്റി പറയുന്നത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇപ്പൊ ഏറ്റവും കൂടുതൽ ഗോസിപ്പ് ഇപ്പൊ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഈ പറയുന്ന പോലെ രാഷ്ട്രീയത്തിലോ സിനിമാ ഫീൽഡിലൊക്കെ നിൽക്കുന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും സെലിബ്രിറ്റി ആയിട്ടുള്ള ആൾക്കാരോ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരായിരിക്കും ഏറ്റവും കൂടുതൽ ഈ ഒരു ഗോസിപ്പിന് ഇരയാവുന്നത്. പക്ഷേ നമ്മളെയൊക്കെ പോലെ സാധാരണക്കാരും ഇതിനൊക്കെ ഇരയാകുന്നുണ്ട് എന്നുള്ളതാണ്. ഗോസിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ പറ്റി അന്വേഷിക്കാതെ അവരിൽ ഉള്ളതായിരിക്കട്ടെ ഇല്ലാത്തതായിരിക്കട്ടെ ആ കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരോട് പറയുന്ന ആ ഒരു കാര്യമാണ് എന്ത് പറയുന്നത്, ഗോസിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് മാക്സിമം നമ്മൾ ഒഴിവാക്കുക. നല്ല ഗോസിപ്പുണ്ട്, ചീത്ത ഗോസിപ്പുണ്ട്. പണ്ട് കാലങ്ങളിൽ നമ്മൾ കുറച്ച് ആൾക്കാർ കൂടിയിരുന്ന് പരദൂഷണം പറയുന്ന പോലെയാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഇന്ന് ഇത് വളരെയധികം ഒരു എന്താണ് സോഷ്യൽ മീഡിയയിലൊക്കെ ഇത് വന്നതിന് ശേഷം സാധാരണക്കാർ പോലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് സോഷ്യൽ മീഡിയ വഴി പുറത്തേക്ക് എത്തിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ അത് നമ്മൾ മാക്സിമം ഒഴിവാക്കുക എന്നുള്ളതാണ്. നമ്മളത് പറയാതിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ മാക്സിമം നമുക്കത് ഉറപ്പുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കുക. അല്ലെങ്കിൽ ഈ ഗോസിപ്പിന് ഇരയായ ആളോട് തന്നെ സത്യാവസ്ഥ ചോദിക്കാം. ചിലപ്പോൾ ഇദ്ദേഹം ഇതൊന്നും അറിയുന്നുണ്ടാവില്ല, ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഇദ്ദേഹം ഇതുണ്ടാവില്ല. ഇങ്ങനെ ഇത് പറഞ്ഞ് പരത്തിയതിനു ശേഷമായിരിക്കും ഇയാളുടെ അടുത്തേക്ക് എത്തുന്നത് ഈ പറയപ്പെട്ട ഇരയായ വ്യക്തി ചിലപ്പോൾ അറിയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പലതും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അത് സത്യമായിക്കോട്ടെ മിഥ്യ ആയിക്കോട്ടെ ഇല്ലെങ്കിൽ പറഞ്ഞ് പരത്തുന്നതായിക്കോട്ടെ വെറുതെ പറയുന്നതായിക്കോട്ടെ എന്തും ആയിക്കോട്ടെ, നമ്മൾ അതിൽ മാക്സിമം നമ്മൾ അതിലേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത്. വ്യക്തിബന്ധങ്ങളിലായാലും അത് വിള്ളലുകൾ സൃഷ്ടിക്കാനുള്ള ഒരു ഇതുണ്ടാവും. പിന്നെ അവരോട് സംസാരിച്ചാൽ ശരിയാവില്ല, അവർ ഇവിടെ ആൾക്കാരെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ പൊതുവെ അവോയ്ഡ് ചെയ്യുന്ന ഒരു അവസ്ഥ വരാറുണ്ട്. അപ്പൊ ഇതും നമ്മളെ കേൾക്കാൻ ആൾക്കാര് ഇരിക്കുന്നില്ല എന്നതിന്റെ കേൾക്കാൻ അവരും സമയം കണ്ടെത്തുന്നില്ല എന്നതിന്റെ ഒരു കാരണമാണ് ഈ ഗോസിപ്പ്. അപ്പൊ ഈ ഗോസിപ്പ് നമ്മൾ ഒഴിവാക്കിയാൽ നല്ല രീതിയിൽ നമുക്കൊരു ആശയവിനിമയം അവിടെ സാധ്യമാക്കാൻ പറ്റും. അവിടെ ഒരു ആരോഗ്യപരമായ ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് അവിടെ സൃഷ്ടിക്കാനായിട്ട് പറ്റും. പിന്നെ വരുന്നത് ജഡ്ജിങ് ആണ്. ജഡ്ജിങ് എന്ന് പറയുമ്പോൾ നമ്മൾ നിരന്തരം മറ്റുള്ളവരെ നമ്മളിങ്ങനെ വിലയിരുത്തും. അത് വിലയിരുത്തുകയും അതിന്റെ ആ വിലയിരുത്തിയതിൽ വെച്ചിട്ട് നമ്മൾ വിമർശിക്കുകയും ചെയ്യും. ചിലപ്പോൾ പുതുതായിട്ട് കാണുന്ന ഒരാളായിരിക്കും, അദ്ദേഹത്തിന്റെ വസ്ത്രധാരണം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ്, ആ നടന്നു പോകുന്ന ഒരു രീതി വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കുറെ ആൾക്കാര് ചില ആൾക്കാരോട് തന്നെ നമുക്ക് തന്നെ വിദ്വേഷം തോന്നിയിട്ടുള്ള ഒരു ഇതുണ്ട്, സന്ദർഭങ്ങളുണ്ട്. സ്കൂളിലായാലും ടീച്ചേഴ്സിനെ ആയാലും അതുപോലെ ടീച്ചേഴ്സ് പാരന്റ്സിനെ ആയാലും ഒക്കെ ഇതുപോലെ ജഡ്ജ് ചെയ്ത് സംസാരിക്കുന്ന പല സന്ദർഭങ്ങളിൽ നമുക്ക് ഇടപെടേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ അത് ഒഴിവാക്കുക എന്നുള്ളതാണ്. അതവിടെ ഈ പറഞ്ഞ പോലെ വ്യക്തിബന്ധങ്ങൾക്ക് അതുപോലെ തന്നെ സമൂഹത്തിലായാലും ഒരു വിള്ളല് സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. അവിടെയും ഒരു ആരോഗ്യപരമായ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കാനുള്ള സാധ്യത കുറവാണ്. മാത്രമല്ല ആ കേട്ടിരിക്കുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ജഡ്ജിമെന്റൽ അത് പൂർണ്ണമായി ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ ഗോസിപ്പും ജഡ്ജിങ്ങും നല്ല ആരോഗ്യപരമായ ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ സൃഷ്ടിക്കുന്നില്ല എന്ന് മാത്രമല്ല, വ്യക്തിബന്ധങ്ങളിലും അതുപോലെ തന്നെ സാമൂഹിക ബന്ധങ്ങളിലും ഒക്കെ വിള്ളലുകൾ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് ശരിക്കുള്ള ഒരു പച്ചപരമാർത്ഥം. അതുകൊണ്ട് അത് നമ്മളിൽ നിന്നും ഒഴിവാക്കുക എന്നുള്ളതാണ്. നമ്മൾ പൂർണ്ണമായി ഈ കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാം. പിന്നെ വരുന്നത് നെഗറ്റിവിറ്റി. നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക്
പണ്ട് കാലങ്ങളിലൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. ഏതെങ്കിലുമൊക്കെ ഒരു കാര്യത്തിൽ നമുക്കൊരു ആത്മവിശ്വാസം ഇല്ലായിരിക്കാം. പക്ഷെ ഇത് തന്നെ നമ്മൾ നിരന്തരം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളിലും ഒരു നൈരാശ്യം കലർന്ന ഒരു നെഗറ്റിവിറ്റി കണ്ടെത്തുക എന്നുള്ളതാണ്. എന്ത് കാര്യത്തിലായാലും. ഇപ്പൊ ഒരു പുതുതായിട്ട് ഒരു കാര്യത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ അവർക്ക് പഴയ പരാജയത്തിന്റെ കാര്യങ്ങൾ അവരുടെ മൈൻഡിൽ കിടക്കുകയാണെങ്കിൽ അവിടെ ശരിക്കും ഒരു നെഗറ്റിവിറ്റി ഫീൽ ചെയ്യും. ആ നെഗറ്റിവിറ്റി അവരിങ്ങനെ പറഞ്ഞു നടക്കുകയും ചെയ്യും. അവരിലുള്ള നെഗറ്റിവിറ്റി അതുപോലെ തന്നെ മറ്റുള്ളവരിലുള്ളതായാലും അവരിങ്ങനെ പറഞ്ഞു നടക്കുന്നതിന്റെ ഫലമായിട്ട് അത് ശരിക്കും കേട്ടിരിക്കാൻ ഒരു സുഖം ഉണ്ടാവില്ല. കേൾക്കുന്ന ആളിന് അതൊരു സുഖകരമായ ഒരു അവസ്ഥയല്ല. പറയുന്ന ആളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ സ്വന്തം നെഗറ്റിവിറ്റികളായിരിക്കും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇല്ലെങ്കിൽ മറ്റുള്ളവരുടെ നെഗറ്റിവിറ്റി ആയിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഒരു പുതിയ സംരംഭം തുടങ്ങാൻ പോകുമ്പോൾ അത് അത് തുടങ്ങിയാൽ ഇങ്ങനെ ആവൂലേ? അത് തുടങ്ങിയാൽ അതിന്റെ അതായത് അതിന്റെ മോശം വശങ്ങളെ മാത്രം കണ്ടുകൊണ്ട് വിജയിക്കുമോ എന്നൊക്കെ ഉള്ള ഒരു ആത്മവിശ്വാസം ഇല്ലാത്ത ഒരവസ്ഥ. അപ്പൊ ഇതൊക്കെ എന്താണ്? ഒരു നെഗറ്റിവിറ്റിയോട് കൂടിയുള്ള ഒരു സംഭാഷണമാണ്. ഇതും കേട്ടിരിക്കുന്നവർക്ക് ഒരു സുഖകരമായ ഒരു അവസ്ഥയിലേക്ക് പോകാൻ നമുക്ക് സാധിക്കില്ല. അപ്പൊ അതും നമ്മൾ പൂർണ്ണമായും ഒഴിവാക്കുക എന്നുള്ളതാണ്. ഗോസിപ്പ്, അതുപോലെ ജഡ്ജിങ്, നെഗറ്റിവിറ്റി. ഇത് മൂന്നും പൂർണ്ണമായും നമ്മൾ ഒഴിവാക്കേണ്ടുന്ന കാര്യമാണ്. ഇനി അടുത്തതാണ് കംപ്ലൈനിങ്. കംപ്ലൈനിങ് എന്ന് പറയുമ്പോൾ പരാതി പറഞ്ഞുകൊണ്ടേയിരിക്കുക. ചില ആൾക്കാർ അങ്ങനെയാണ്. അവർക്ക് കിട്ടിയ അനുഗ്രഹങ്ങളിലേക്കൊന്നും അവര് നോക്കാതെ, അവർക്ക് കിട്ടിയ നല്ല കാര്യങ്ങളിലേക്കൊന്നും നോക്കാതെ അവരെന്താണ് ഈ കംപ്ലൈനിങ് ഇങ്ങനെ കംപ്ലൈന്റ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരവസ്ഥ. എന്തിനും ഒരു കംപ്ലൈന്റ്സ് കണ്ടെത്തിക്കൊണ്ടില്ല. അങ്ങനെ ചില ആൾക്കാരുണ്ട്. അപ്പൊ നമുക്ക് തന്നെ എപ്പോഴും അവര് പരാതി പറഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് എനിക്ക് അവരെ വിളിക്കാൻ ഇഷ്ടമില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോ അഥവാ അത് കേട്ടിരിക്കുന്ന ചില ആൾക്കാരുണ്ട്. ഈ എമ്പതറ്റിക് ലിസണിങ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് മറ്റുള്ളവരുടെ പരാതികൾ കേട്ടിരുന്നിട്ട് അതിന് സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുന്നവരുണ്ട്. പക്ഷെ അത് കൂടുതൽ അങ്ങനെ കേട്ടിരിക്കാൻ ഒരു സുഖം വരാറില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ അവിടെ നമ്മൾ കംപ്ലൈനിങ് മാക്സിമം ഒഴിവാക്കുക എന്നുള്ളതാണ്. ചില പാരന്റ്സ് ടീച്ചിങ് മേഖലയിൽ തന്നെ സ്കൂളിലേക്ക് പോകുന്ന പാരന്റ്സ് തന്നെ ടീച്ചേഴ്സിന്റെ മോശം വശങ്ങളെ മാത്രം കണ്ടെത്തുന്ന, നല്ലതും ഉണ്ട്, നല്ലത് പക്ഷെ അവർ കാണുന്നില്ല, അവിടെ മോശം കാണുന്നു. അതുപോലെ കുട്ടികളെ പറ്റി, സ്വന്തം മക്കളെ പറ്റി ഇങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അത് ഈ മക്കൾ കേട്ടാൽ തന്നെ അവർക്കത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് കുട്ടികൾ കൂടുതലും വഴിപിഴച്ചു പോകുന്നതിന്റെ മെയിൻ ഉദ്ദേശ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കംപ്ലൈന്റ് പറയുന്ന ഒരു അവസ്ഥയാണ്. അതുപോലെ കുടുംബ ജീവിതത്തിൽ ഉണ്ടാകുന്ന താളപ്പിഴകൾ, അവിടെയും ഈ കംപ്ലൈന്റ്സ് തന്നെയാണ് മെയിൻ ആയിട്ട് വരുന്നത്. അതായത് ഈ കംപ്ലൈന്റ് പറയുന്നത് നിമിത്തം വ്യക്തിബന്ധങ്ങളിലും വിവാഹ ജീവിതങ്ങളിലും ഒക്കെ എന്ത് വരുന്നുണ്ട്? ഒരു വിള്ളല് സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ഇപ്പോ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഭർത്താവ് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നാല് ചിലപ്പോ പറഞ്ഞിട്ടായിരിക്കില്ല, അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഒരു സാധനം കൊണ്ടുവന്ന് കയ്യിൽ കൊടുക്കുമ്പോ ചിലപ്പോ അവർക്ക് ഇഷ്ടപ്പെടാത്ത കളറായിരിക്കാം, ചിലപ്പോ ഇഷ്ടപ്പെടാത്ത സാധനം, അത് എന്തോ ആയിക്കോട്ടെ. പക്ഷെ കൊണ്ട് തരാൻ കാണിച്ച മനസ്സിനെ ആദ്യം അപ്രീഷിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അവിടെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുക എന്നുള്ളതാണ്. പല ആൾക്കാർ പറയുന്ന കേട്ടിട്ടേ, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് ആക്കുക, എന്നാലേ നിങ്ങൾക്ക് വിജയം ഉണ്ടാവുള്ളൂ എന്ന് പറയും. പക്ഷെ ഇവിടെ നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യാണ്? കംപ്ലൈന്റ് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അത് ഏത് കാര്യത്തിനാവട്ടെ, ആ കംപ്ലൈന്റ് പറയുന്ന തോന്നുന്ന സമയത്ത് നമ്മൾ ഒന്ന് ആലോചിക്കുക, ഇവിടെ നമുക്ക് അതിനെ എങ്ങനെ ഓവർകം ചെയ്യാം, ഈ സംഭവത്തിനെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്തുകൊണ്ട് പോകാം എന്നുള്ളത് ഒന്ന് ചിന്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ കംപ്ലൈന്റ് പറയാൻ നമുക്ക് തോന്നില്ല. ഈ കംപ്ലൈന്റ് പറയുമ്പോൾ തന്നെ നമ്മൾ കേട്ടിരിക്കുന്ന ആൾക്കിന് എന്തായിരിക്കും ഫീലിങ്സ്, അത് നമുക്ക് ചിന്തിച്ചാൽ അവിടെ പറയാൻ തോന്നില്ല. മാക്സിമം അത് ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇപ്പോ കുട്ടികളെ പറ്റി നല്ല കാര്യങ്ങൾ പറയുമ്പോൾ പല പാരന്റ്സിനും നല്ല കാര്യങ്ങൾ ഉണ്ടാവില്ല. അവര് കുറ്റങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുപോലെ പലരെയും ഈ പറഞ്ഞ പോലെ കംപ്ലൈനിങ്ങും അതുപോലെ തന്നെ ജഡ്ജിങ്ങും, ഇതാണ് എപ്പോഴും നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷനിലേക്ക് വരുന്നത്. ഇത് മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ കുട്ടികളുടെ നല്ല കാര്യങ്ങൾ എടുത്തു പറയുകയും സന്ദർഭോചിതമായി ഇവരെടുത്ത് തന്നെ നമ്മൾ അത് സംസാരിക്കുകയും ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ഒരു ആത്മവിശ്വാസം വരും. ഈ കംപ്ലൈന്റ് കേട്ട് കേട്ട് വരുമ്പോൾ അവരെന്ത് ചെയ്യും? കുറെ കൂടി താഴേക്ക് പോകത്തേ ഉള്ളൂ. അതുപോലെ നെക്സ്റ്റ് വൺ എക്സ്ക്യൂസസ്. നമ്മൾ എന്ത് കാര്യത്തിൽ ഇപ്പൊ താമസിച്ചു വന്ന ഒരു കുട്ടിയോട് എന്തുകൊണ്ട് താമസിച്ചു വന്നു എന്ന് ചോദിക്കുമ്പോൾ അത് ബസ് കിട്ടിയില്ല. എന്തുകൊണ്ട് ബസ് കിട്ടിയില്ല? ആ ബസ്സിന്റെ സമയത്ത് നമ്മൾ ഇറങ്ങണമായിരുന്നു, അല്ലെ?
അവിടെ അവൻ എക്സ്ക്യൂസ് പറഞ്ഞത് എനിക്ക് ബസ് കിട്ടിയില്ല, ഞാൻ കുറച്ച് ഇറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി, ഇന്ന് കുറച്ച് ഉറങ്ങിപ്പോയി, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പാരന്റ്സ് ഫുഡ് ഉണ്ടാക്കാൻ താമസിച്ചു, എന്തെങ്കിലുമൊക്കെ കംപ്ലൈന്റ്സ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എക്സ്ക്യൂസസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ അവിടെ എക്സ്ക്യൂസ് പറയുന്നതിന് പകരം തന്റെ തെറ്റുകൾ, അതായത് ചെയ്ത തെറ്റുകൾ ഒന്ന് ഏറ്റെടുക്കുക എന്നുള്ളതാണ്. അത് പറ്റിപ്പോയി, ഇന്ന കാരണം കൊണ്ടാണ് എന്ന് സ്വന്തം ചെയ്ത തെറ്റുകൾ എന്ത് ചെയ്യുക, തന്റെ ഉത്തരവാദിത്വത്തിൽ അത് ഏറ്റെടുക്കുക എന്നുള്ളതാണ്. ഇത് ഏറ്റെടുക്കാതെ, ചെയ്ത തെറ്റുകൾ സ്വയം ഏറ്റെടുക്കാതെ എക്സ്ക്യൂസസ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരെയും പലർക്കും അത് ഒരു തരം ന്യായീകരണമാണ്. അത് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അംഗീകരിക്കാൻ പറ്റില്ല. അത് കേട്ടിരിക്കുന്ന ആൾക്കാർക്ക് അത്ര സുഖകരമായ ഒരു അവസ്ഥ ആയിരിക്കില്ല. അപ്പോൾ അതും വ്യക്തിപരമായ ജീവിതത്തിലായാലും പ്രൊഫഷണൽ ലൈഫിലായാലും എന്തുണ്ടാക്കും, ഒരു വിള്ളൽ സൃഷ്ടിക്കും. അവിടെയും ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല. പിന്നെ വരുന്നത് എക്സാജറേഷനും ലേയിങ്. അതായത് എക്സാജറേഷൻ എന്ന് പറഞ്ഞാൽ അതിശയോക്തി ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുക. ലേയിങ് എന്ന് പറഞ്ഞാൽ കള്ളം പറയുക. ഈ അതിശയോക്തി എന്ന് പറയുമ്പോൾ സാധാരണ ഗതിയിലുള്ള ജീവിതത്തിൽ ഈ അതിശയോക്തിയുടെ ആവശ്യം വരുന്നില്ല. അപ്പൊ അതാണ് ഇപ്പൊ പൊതുവെ പറയുന്നത്. എന്താ പറയല, ഇങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ കുട്ടികൾ പറയും ഭയങ്കര തള്ളാന്ന് പറയും. അപ്പം ഭയങ്കര തള്ള, അല്ലെങ്കിൽ അവര് ഭയങ്കര തള്ളാണെന്ന് പറയും. അപ്പൊ അതെന്താണ്, ഈ എക്സാജറേഷൻ, അമിതമായ അതിശയോക്തി കൊടുത്ത് സംസാരിക്കുന്നത്. അതിന്റെ ആവശ്യം നമുക്കില്ല. ഇപ്പൊ സ്റ്റോറി പറയുമ്പോഴോ ഇല്ലെങ്കിൽ നമ്മളിപ്പോ എഴുതുമ്പോഴോ അതല്ല നമ്മൾ ഒരു എന്താണ്, ഒരു സാഹിത്യപരമായിട്ട് എന്തെങ്കിലും എഴുതുമ്പോഴോ അത് വായിക്കുമ്പോഴോ അതിലൊരു അതിശയോക്തി, ഈ പറയുന്ന എക്സാജറേഷൻ കൊടുക്കുന്നത് കുറച്ചുകൂടി അതിന് ഒരു നല്ലതായിരിക്കും. പക്ഷെ അത് നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് വരുമ്പോൾ, നമ്മൾ സാധാരണ സംസാരത്തിലേക്ക് വരുമ്പോൾ ഈ പറയുന്ന പോലെ ഈ അതിശയോക്തി കലർന്ന സംസാരം കേട്ടിരിക്കുന്ന ആളിന് വലിയ സുഖകരമായി തോന്നില്ല. അതുപോലെ കള്ളം പറയുന്ന അവസ്ഥ, കള്ളം പൊതുവെ പറയാൻ പാടില്ല എങ്കിലും ഈ അതിശയോക്തിയും കള്ളം പറയലും രണ്ടും സ്വാർത്ഥമായ ഒരു കാര്യമാണ്. അത് വിശ്വാസത്തെയും വ്യക്തിബന്ധങ്ങളെയും ഒക്കെ തടസ്സപ്പെടുത്താനും വിള്ളൽ വീഴ്ത്താനും ഒക്കെ ഒരു നമുക്ക് ഉണ്ടാക്കുന്ന കുറേ അധികം ബാഡ് ഹാബിറ്റ് ആണ്, പ്രത്യേകിച്ച് കമ്മ്യൂണിക്കേഷൻ. അത് നമ്മൾ എന്ത് ചെയ്യണം, ഒഴിവാക്കണം. പിന്നെ വരുന്നതാണ് ഡോഗ്മാറ്റിസം. ഡോഗ്മാറ്റിസം എന്ന് പറയുമ്പോൾ ദുരാഗ്രഹം. ദുരാഗ്രഹം മീൻസ് ഒരു സ്വന്തം നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരവസ്ഥ. അതായത് തന്റെ അഭിപ്രായമാണ് ഇവിടെ, അത് മിക്കവാറും രാഷ്ട്രീയത്തിലാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു കാര്യം നിലനിൽക്കുന്നത്. ഡോഗ്മാറ്റിസം എന്ന് പറയുന്ന സംഭവം നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അതായത് മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളെ അംഗീകരിക്കാതെ ഞാൻ പറയുന്നതാണ് ശരി, ഞാൻ പറയുന്നതിന് അപ്പുറത്തേക്ക് ഒരു കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് അതിൽ തന്നെ ഉറച്ചു നിൽക്കും. അത് തെറ്റോ ശരിയോ അതിനെ കുറിച്ചൊന്നും ഒരു ചിന്തയുണ്ടാവില്ല. ഞാൻ പണ്ട് അതിനൊരു പ്രയോഗമുണ്ട്, എന്തായിരുന്നു, പുള്ളി പിടിച്ച മുയലിന് രണ്ട് കൊമ്പ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ സമ്മതിച്ചു കൊടുക്കണം എന്നിങ്ങനെ പറയാറുണ്ട്. അപ്പൊ അതെന്താണ് അങ്ങനെ പറയുന്നത്, അതായത് അവരുടെ നിലപാടുകളിലും അവരുടെ വാദങ്ങളിലും അവർ ഉറച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇത്. പല ഫീൽഡിലും ഇത് കാണപ്പെടുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഈ നമ്മുടെ കേരളത്തിന്റെ കൾച്ചർ എടുത്ത് നോക്കിയാൽ നമ്മുടെ വിദ്യാഭ്യാസ രീതിയിൽ യാതൊരുവിധ മാറ്റവും വന്നിട്ടില്ല. അത് അങ്ങനെ തന്നെ നിലകൊള്ളുന്നുണ്ട്. അതൊരു ഡോഗ്മാറ്റിസമാണ്. അതായത് എഡ്യൂക്കേഷണലി ഉണ്ടാകുന്ന ഒരു ഡോഗ്മാറ്റിസമാണ്. അവിടെ നല്ലതുകൊണ്ട് ചീത്തയുണ്ട്. അതായത് ഒന്നിൽ തന്നെ ഉറച്ചു നിൽക്കുമ്പോൾ ഒരു സ്ഥിരത ഉണ്ടാകുന്നു എന്നുള്ളതാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് കാലം കടക്കുന്നതിനനുസരിച്ച് നമ്മുടെ ഈ എഡ്യൂക്കേഷണൽ സിസ്റ്റം പൊളിച്ചെഴുതേണ്ട സമയം കഴിഞ്ഞു. ഇപ്പൊ കുട്ടികള് അവരുടെ IQ ലെവൽ എന്ന് പറഞ്ഞാൽ കുറെ കൂടി ഹൈ ആണ്. പക്ഷെ നമ്മുടെ പഠന സിസ്റ്റം നിൽക്കുന്നത് ഏകദേശം ഒരു ജാമ്പവാന്റെ കാലത്തെ ഒരു ടെക്നോളജിയും കാര്യങ്ങളും അതുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയുള്ള ഒരു പഠന ഇതാണ് നിലനിൽക്കുന്നത്. അതിലൊരു മാറ്റവും ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ അതിനെയൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നുള്ളത്, അത് നമ്മൾ അംഗീകരിക്കുക എന്നുള്ളതൊക്കെയാണ് എന്ത്, പ്രത്യേകിച്ച് നമ്മൾ കണ്ടെത്തേണ്ടുന്ന ഒരു കാര്യം. നമ്മൾ സംസാരിക്കുമ്പോഴായാലും നമ്മുടെ പ്രവൃത്തിയിലായാലും നമ്മുടെ ഒരു പുതിയ സംരംഭം തുടങ്ങുമ്പോഴായാലും ഈ പറയുന്ന ഡോഗ്മാറ്റിസത്തെ പൊതുവെ ഒഴിവാക്കി നിർത്തുക എന്നുള്ളതാണ്. ഇപ്പോ ഒരു ടീച്ചർ പറയുന്ന കേട്ടു, കുട്ടികളെ അടിച്ചു വളർത്തണം, കമ്പെടുക്കണം, അവരെ ശിക്ഷിച്ചു വളർത്തണം. ഒരിക്കലും ഇന്നത്തെ കുട്ടികളെ, അത് പഴയ ഒരു ചിന്താഗതിയാണ്. പലരും പറയുന്നുണ്ട് കമ്പ് കൈകൊണ്ട് എടുക്കണം, വടിയെടുക്കണം, വടിയെടുത്താൽ മാത്രമേ കുട്ടികൾ നന്നാവുള്ളൂ എന്ന് പറയുന്നുണ്ട്. പക്ഷെ വടിയെടുത്ത് നമ്മൾ ഓരോ അടികൾ കൊടുക്കുമ്പോഴും ഇന്നത്തെ തലമുറയ്ക്ക് അത് കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടുപോവുകയുള്ളൂ. കൊടുക്കുന്ന ഓരോ അടിയും കൊള്ളുന്നത് അവന്റെ ഹൃദയത്തിലേക്ക്, അത് അവന് കൂടുതൽ വിദ്വേഷം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. പക്ഷെ ഇത് കൂടുതലായിട്ട് അവർ പഠിക്കാൻ തയ്യാറാകുന്നില്ല.
ഈ അഡൽട്ട് സൈക്കോളജി, അതുപോലെ ഈ ഇത് പുതിയ പുതിയ കാര്യങ്ങൾ ഇപ്പൊ ചൈൽഡ് സൈക്കോളജി ആയാലും പുതിയതായിട്ട് പഠിക്കാൻ തയ്യാറാവുന്നില്ല. ഈ കുഞ്ഞുങ്ങൾ എന്തുകൊണ്ടാണ് ഇതിലേക്ക് പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ചുറ്റാകെയുള്ള ഒരു കുറേ അധികം കാര്യങ്ങൾ ഇപ്പൊ പണം ഉണ്ടാക്കുന്ന, പെട്ടെന്ന് പണം ഉണ്ടാക്കാൻ പറ്റിയത്, അല്ലെ, ആൾക്കാര് കുഞ്ഞുങ്ങൾ ലഹരിയിലേക്ക് പോകുന്നതിന്റെ കാരണം അത്. പിന്നെ ഈ പറഞ്ഞ പോലെ യൂട്യൂബില് അവര് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഇപ്പൊ ഡോർ തുറന്ന് ഒരാൾ വരുന്നു, ആളുകൾ സ്വീകരിക്കുന്നു, മാലയിടുന്നു, അതൊക്കെയാണ് ആ കുട്ടികൾ കൂടുതൽ കാണുന്നത്. അപ്പൊ എനിക്കും അതുപോലെ ആകണം എന്നുള്ള ഒരു ചിന്തയിൽ അവരുടെ ആ ഒരു മെന്റൽ സ്റ്റാറ്റസ് കുറെ കൂടി വികസം പ്രാപിക്കുന്നതിന് മുന്നേ തന്നെ അവർ പോയി പല തെറ്റിലേക്കും ചാടുകയാണ്. പക്ഷെ അതേസമയം നല്ലതുപോലെ ചിന്തിക്കുന്ന മക്കളും ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ അറിഞ്ഞിട്ട് വേണം നമ്മൾ ഒരു നടപടി എടുക്കാനായിട്ട്. ഒരിക്കലും അടിച്ചു വളർത്തിയത് കൊണ്ട് നന്നാവുമെന്ന്, പണ്ട് കാലങ്ങളിൽ അടി കിട്ടുന്നത് നന്നായിരുന്നു, പണ്ട് പേടിയുണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ തലമുറയ്ക്ക് പേടി എന്ന് പറയുന്ന ഒരു കാര്യമില്ല. പേടി എന്ന് പറയുന്നൊരു കാര്യമില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും അവര് ചെയ്യുന്ന തെറ്റുകൾ സോഷ്യൽ മീഡിയ വഴി അവര് പുറത്തേക്ക് പറയാനോ അല്ലെങ്കിൽ ഫ്രണ്ട്സിന് മെസ്സേജ് അയക്കാനോ അവര് ഭയപ്പെടുമായിരുന്നു. ആ ഭയപ്പാട് അവർക്കില്ല. അപ്പൊ അവിടെ നമ്മള് കുട്ടികളെ പറ്റിയും കുട്ടികളുടെ സൈക്കോളജി, അവരുടെ മാനസിക നിലയും എല്ലാം നമ്മൾ പഠിക്കണം. 10 കുട്ടികളെ എടുത്താൽ 10 കുട്ടികളും 10 രീതിയിലായിരിക്കും പെരുമാറുന്നത്. അപ്പൊ ഇവരെല്ലാം കൂടെ ഒരുമിച്ച് വരുമ്പോഴാണ് ഇവരുടെ ചിന്താഗതിയും ഇവരുടെ കളികളും മറ്റും എല്ലാം ഒരുപോലെ ഏകോപിപ്പിച്ച് കൊണ്ടുപോകുന്നത്. അത് ചിലപ്പോൾ തെറ്റിലേക്കായിരിക്കും, ചിലപ്പോൾ ശരിയിലേക്കായിരിക്കും. അപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരു ടീച്ചർ പറഞ്ഞ കാര്യത്തോട് പലതും ഞാൻ യോജിക്കുന്നുണ്ട്. അവരുടെ മനസ്സിന്റെ വിഷമം കൊണ്ട് അവർ പറയുന്നതാണ്. പക്ഷെ അവിടെ ആ വാദത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ ഈ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ച് ഇവരെ ശരിക്കും ഒരു ക്രിമിനലാക്കി പുറത്തേക്ക് മൊത്തത്തിൽ ഒരു ക്രിമിനൽ മെന്റാലിറ്റിയോട് കൂടി പുറത്തേക്ക് ഇറക്കുന്നതിന് പകരം എന്തായാലും അവർക്ക് സംഭവിച്ചു. അത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. പക്ഷെ ഇവരെ നമ്മൾക്ക് നല്ല മനുഷ്യരാക്കി എത്തിക്കേണ്ടതുണ്ട്. കാരണം ഇല്ലെങ്കിൽ ഇനിയും ഇതുപോലുള്ള കാര്യങ്ങൾ അവര് ഈ ഒരു തെറ്റിലേക്ക് വരും. അപ്പൊ ഒന്നുകിൽ നമുക്ക് ഇവിടെ പലരും പറയുന്ന പോലെ ഗൾഫ് നിയമങ്ങളിലെ സിസ്റ്റം കൊണ്ടുവരണം, അവിടുത്തെ ഇത് കൊണ്ടുവരണം എന്നൊക്കെ പറയുന്നുണ്ട്. ഒരുപക്ഷെ അതൊക്കെ കൊണ്ടുവന്നാൽ നമുക്കൊരു കുറച്ചൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കുറ്റകൃത്യങ്ങൾ കുറച്ചു നിർത്താൻ പറ്റുമായിരിക്കാം, ആ ഒരു ഇതിനോടുള്ള ഭയം കൊണ്ട്. പിന്നെ നല്ല രീതിയിൽ ഉള്ള ഒരു ഭരണകൂടം, ഇതൊക്കെ നമുക്ക് വേണം. എങ്കിൽ മാത്രമേ, ഈ ഭരണകൂടങ്ങൾ പോലും പേടിച്ചിട്ട് മാറി നിൽക്കുന്ന ഒരവസ്ഥയാണ്. അതായത് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടവര് തന്നെ വെട്ടിനിരത്തുന്ന ഒരു കാഴ്ച നമ്മൾ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള ഒരു അവസരത്തിൽ നമുക്കൊരിക്കലും നമ്മളുടെ വാദമാണ്, നല്ല അടി അടി കൊടുത്ത് പഠിപ്പിക്കണം, എന്റെ മക്കളായിരുന്നെങ്കിൽ ഞാൻ നല്ല അടി കൊടുത്തേനെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴും സത്യത്തിൽ നമ്മളെ മക്കളുടെ കയ്യിൽ നിന്നാണ് അങ്ങനെ ഒരു തെറ്റ് വന്നെങ്കിൽ അവിടെ നമ്മൾ ഉരുകിത്തീരുന്ന ഒരു പാരന്റായി മാറും. അപ്പൊ നമുക്ക് നമ്മുടെ കുട്ടികളുടെ കൂടെ ആയിരിക്കും നമ്മൾ ചിലപ്പോൾ നിൽക്കുന്നത്. അവിടെ വരുമ്പോൾ എല്ലാം നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മളുടെ വാദമാണ് ശരി എന്ന് നമുക്ക് പറയാൻ ഒരിക്കലും പറ്റില്ല. എല്ലാ ഭാഗത്തു നിന്നും നമ്മൾ ചിന്തിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഡോഗ്മാറ്റിസം എന്ന് പറയുന്നത് എന്റെ വാദമാണ് ശരി, ഞാൻ പറയുന്നതാണ് ശരി എന്നുള്ള ആ ഒരു വാദം നമ്മൾ പൊളിച്ചടുക്കിയേ പറ്റൂ. അത് നമ്മൾ ശരിക്കും പഠിക്കേണ്ടതായിട്ടുണ്ട്. കുറെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എന്തുകൊണ്ട് കുട്ടികൾ ഇതിലേക്ക് പോകുന്നു എന്നുള്ളതിന്റെ ആ ഒരു പഠനം നമ്മൾ ശരിക്കും പഠിക്കേണ്ടതുണ്ട്. സത്യത്തിൽ ഈ ജെൻസി പ്രശ്നക്കാരാണോ എന്നൊരു ചോദ്യം ഇപ്പൊ വരുന്നുണ്ട്. ജെൻസി പ്രശ്നക്കാരല്ല. അവരുടെ ആവശ്യങ്ങൾ നിറവേറാതെ വരുമ്പോഴാണ് അത് എന്ത് ചെയ്യുന്നത്, അവര് ഇങ്ങനെ പുറത്തേക്ക് ചാടും. അതായത് ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ അവർക്ക് കൊടുക്കുന്ന സമയത്ത് വലിയ വലിയ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ കൊടുക്കാതെ വരുമ്പോഴാണ് അവര് പുറത്തേക്ക് ഇറങ്ങുന്നത്. എനിക്ക് തരാൻ വേറൊരാൾ അവിടെ കാത്തു നിപ്പുണ്ട് എന്നുള്ള ബോധം ആ കുട്ടിക്കുണ്ട്. പക്ഷെ അത് തെറ്റായ രീതിയാണ് എന്നുള്ളത് അവൻ ചിന്തിച്ചു വരുമ്പോഴത്തേക്കും അവന്റെ ലൈഫ് കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ലഹരിയോടുള്ള ക്ലാസ്സുകൾ, അതൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ അതും ഒരു തരം ഡോഗ്മാറ്റിസം ആണ്. അതായത് ലഹരി ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് നമ്മൾ എപ്പോഴും പറയും. പക്ഷെ നമുക്ക് തിരിച്ച് ക്ലാസ് എടുക്കാം. എന്തുകൊണ്ട് പലരും ഡ്രഗ്സ് ഉപയോഗിക്കുന്നില്ല, ആ ഒരു ക്ലാസ് നമുക്ക് എടുക്കാം. അപ്പൊ അവിടെ ചിന്ത വരും. അപ്പൊ അവൻ എന്തുകൊണ്ടായിരിക്കും, ഈ ഉപയോഗിക്കുന്നവരെ ചിന്തിക്കും എന്തുകൊണ്ടായിരിക്കും, അല്ലെ? അപ്പോ അതിന്റെ ആൻസർ ആയിട്ട് പറയുന്നത് അവന്റെ ശരീരത്തിനെ കുറിച്ച്, അവന്റെ ആരോഗ്യത്തിനെ കുറിച്ച് അവന് ബോധമുണ്ട്, അവന്റെ ഭാവിയെ കുറിച്ച് അവന് ബോധമുണ്ട്, അവന്റെ പാരന്റ്സിനെ കുറിച്ച് അവന് ബോധമുണ്ട്. അപ്പോ അവന് നല്ലൊരു വ്യക്തിയായിട്ട് ജീവിക്കണം എന്നൊരു ബോധം അവനുള്ളത് കൊണ്ടാണ് അവൻ ഇതിലേക്കൊന്നും പോവാത്തത്. തെറ്റിലേക്കൊന്നും പോവാതെ അവനൊരു ഗോളൊക്കെ സെറ്റ് ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്ന് നമുക്ക് അവരെ തിരിച്ച് ചിന്തിപ്പിക്കാൻ ഒരു ക്ലാസ് കൊടുക്കുകയാണെങ്കിൽ
അതല്ലേ കുറച്ചുകൂടി ബെറ്റർ. അപ്പൊ ഈ മോശം കാര്യങ്ങളെ പറ്റി നമ്മൾ പറയുന്നതിനനുസരിച്ച് അതിലേക്ക് പോകുന്ന പ്രവണത കണ്ടുവരുന്നുണ്ട്. അതായത് ഒരു എക്സൈസ് ഉദ്യോഗസ്ഥൻ നേരിട്ട് പറഞ്ഞ കാര്യമാണ് നമ്മളോട്. അതായത് അദ്ദേഹം ഈ ക്ലാസ്സുകൾ എടുക്കുന്ന സമയത്ത് ഒരു മാഡം വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ പോലുള്ള എക്സൈസ് ഉദ്യോഗസ്ഥരെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കാൻ നമുക്ക് പേടിയാണ് എന്ന് പറഞ്ഞു. അത് ഇതെന്താ മാം അങ്ങനെ പറഞ്ഞത്? അത് ഒരിക്കൽ ഒരു ഇൻസിഡന്റ് അവർ പറഞ്ഞ സമയത്ത് ഹസ്ബൻഡ് വൈഫിനെ കള്ള് കുടിച്ചിട്ട് വന്നിട്ട് ഉപദ്രവിച്ചു. കാരണം ഇവരുടെ ഈ ഹരാസ്മെന്റ്, ഈ വൈഫിന്റെ ഹരാസ്മെന്റും പീഡനവും സഹിക്കാൻ പറ്റാതെ ഇയാൾ എന്ത് ചെയ്തു, ഫ്രണ്ട്സിന്റെ അടുത്ത് പറഞ്ഞപ്പോ ഫ്രണ്ട്സ് പറഞ്ഞു, 2 അടിച്ചിട്ട് പോയി അവർക്ക് നല്ലത് കൊടുക്കുന്നു. ഇയാൾ എന്ത് ചെയ്തു, ഇതുപോലെ തന്നെ 2 അടിച്ചിട്ട് വന്ന് ഇവർക്ക് നല്ലത് കൊടുക്കാൻ തുടങ്ങി. അപ്പോ എന്നിട്ട് ഇയാൾ നന്നായിട്ട് കിടന്ന് ഉറങ്ങുകയും ചെയ്തു. ഇയാൾ ഈ പെണ്ണുമ്പിളുടെ ഈ സ്ത്രീയുടെ ഈ വൈഫിന്റെ പ്രശ്നം കൊണ്ട് ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അപ്പോ ഈ അമിതമായിട്ട് കള്ള് കുടിച്ചപ്പോ ഇയാൾക്കൊരു ധൈര്യം വന്നു. ഇയാൾ ഇവരെ ശരിക്ക് പൊതിരെ തല്ലി. എന്നിട്ട് സുഖമായിട്ട് പോയി കിടന്ന് ഉറങ്ങുകയും ചെയ്തു. ഇതാണ് ഒരു ഇൻസിഡന്റ് പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ഈ ക്ലാസ് കേട്ടോണ്ടിരുന്ന ഒരു ലേഡി, അവർക്ക് ഈ സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചാൽ പോലും ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥ അവർ നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താണെന്ന് അറിയില്ല. അവര് മാനസികമായിട്ട് കുറച്ച് ടെൻഷനൊക്കെ ഉള്ള ഒരു കൂട്ടത്തിലായിരുന്നു. ഇവരിത് കേട്ടു. ഇവരിത് കേട്ടതിന് ശേഷം അപ്പൊ ഇത് കുടിച്ചു കഴിഞ്ഞാൽ ഉറക്കം കിട്ടും എന്നൊരു തോട്ട്സ് അവരിലേക്ക് വന്നു. അവരിലേക്ക് വരികയും അവരെന്ത് ചെയ്തു, ചെറിയ രീതിയിൽ തുടങ്ങി ലാസ്റ്റ് അവരൊരു മുഴുക്കുടിയിലേക്ക് മാറുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. ഇവര് അഡിക്ഷൻ സെന്ററിലേക്ക് കൊണ്ടുപോയപ്പോ ഇവര് പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതുപോലെ കേട്ടപ്പോ എനിക്ക് ഉറക്കം കിട്ടാതെ വന്നപ്പോ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പൊ എനിക്ക് നന്നായിട്ട് കുടിച്ചപ്പോ ബോധമില്ലാതെ ഞാൻ ഉറങ്ങുന്നുണ്ട്. അപ്പൊ അതിനെ ഞാൻ ആശ്രയിച്ചു എന്ന്. പിന്നെ അത് ഇല്ലാതെ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയായി. അങ്ങനെയാണ് ഫാമിലി അവരെ ഈ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ ഇവിടെയൊക്കെ നമ്മള് ഇതൊക്കെ പൊളിച്ചെഴുതേണ്ടുന്ന കാലങ്ങൾ കഴിഞ്ഞു. ഇവിടെ ഈ ഡോഗ്മാറ്റിസം എന്ന് പറയുന്നത് നല്ലതും ഉണ്ട്, മോശവും ഉണ്ട്. അപ്പോ ഇത് നമ്മൾ പൊളിച്ചെഴുതുക എന്നുള്ളതാണ്. നമ്മുടെ സംസാരത്തിൽ വരുന്നത് കൊണ്ടാണ് അത് അങ്ങനെ ഒരാൾക്ക് ആ ഒരു അബദ്ധം നേരിടേണ്ടി വന്നത്. പിന്നെ ഒരു കുട്ടിയെ കൗൺസിലിങ്ങിന് വിധേയനാക്കിയപ്പോൾ അവൻ പറഞ്ഞൊരു കാര്യം, ഡ്രഗ്സിനെ കുറിച്ച് ക്ലാസ് എടുത്ത സാറ് പറഞ്ഞു, പെട്ടെന്ന് പണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇത് അടിച്ചു കഴിഞ്ഞാൽ യാതൊരു ബോധമില്ല, ഇങ്ങനെ ഹാലൂസിനേഷൻ പോലെ ഇങ്ങനെ പറയുന്ന സമയത്ത് അത് എന്താണെന്ന് നോക്കാൻ കുട്ടികൾക്കൊരു ത്വര വരും. അപ്പൊ അവിടെയൊക്കെ നമ്മുടെ സംസാരം, ഈ ഡോഗ്മാറ്റിസം നമ്മൾ മാറ്റേണ്ടതുണ്ട്. അതായത് ഈ പറയുന്ന വാദഗതികളെ നമ്മൾ പൂർണ്ണമായി മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പൊ ആ കുട്ടി പറഞ്ഞ ഒരു കാര്യം അതാണ്. അപ്പൊ എനിക്ക് പൈസയ്ക്ക് ആവശ്യം വന്നപ്പോ അത് തെറ്റാണ് എന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് ക്യാഷിന് ആവശ്യം വന്നപ്പോഴാണ് ഞാൻ ഇതിലേക്ക് പോയത്. അപ്പൊ ഈ ക്ലാസ് എടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഇതിനെയൊക്കെ പൊളിച്ചെഴുതണം. എന്തുകൊണ്ട് മറ്റുള്ളവർ ചെയ്യുന്നില്ല? എന്നിട്ട് അവർക്ക് ആരോഗ്യപരമായ ഒരു ഹാബിറ്റ് അവർക്ക് അവിടെ തന്നെ കൊടുത്തിട്ട് ഈ ടീച്ചേഴ്സും പേരൻസും തമ്മിൽ ഡിസ്കഷൻ നടത്തണം ഇവിടെ. ഈ കുട്ടി പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ? അപ്പൊ സ്കൂളിലും ടീച്ചേഴ്സും ഒരു 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 ബ്രിഡ്ജ് പണിയാ അവിടെ. അപ്പൊ ഈ കുട്ടി ഈ ബ്രിഡ്ജിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സമയത്ത് ഒരിക്കലും ഇവന് അപ്പുറം ഇപ്പുറം നോക്കേണ്ടി വരില്ല. അത് നമ്മള് 2 കൂട്ടരും ഒരുമിച്ച് നിന്ന് എടുക്കേണ്ടുന്ന തീരുമാനങ്ങളാണ്. ഒരു സമൂഹം ഒറ്റക്കെട്ടായി നിന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത്തരം പ്രവണതകളൊക്കെ നമുക്ക് തടയാൻ പറ്റും. പക്ഷെ നമ്മൾ എന്താണ്, ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ ഉറച്ചു നിൽക്കുകയാണ്. അത് രാഷ്ട്രീയക്കാരായാലും ശരി തന്നെയാണ്, സ്കൂൾ അധികൃതരായാലും ശരിയാണ്, നമ്മളായാലും ശരിയാണ്, ഈ പറയുന്ന കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ്. അതാണ് ഈ സമൂഹത്തിന്റെ വിപത്തുകളിൽ പല കാരണങ്ങളിലും വന്ന് ഭവിക്കുന്നത്. അപ്പൊ ഇവിടെ മാനസിക വളർച്ചയെ തടയുന്നു എന്നുള്ളതാണ്. ഈ ഡോഗ്മാറ്റിസം കൊണ്ട് നടക്കുന്ന ആളിന് ഒരിക്കലും ഒരു മാനസിക വളർച്ച ഉണ്ടാകുന്നില്ല. അതുപോലെ അവരുടെ സംഭാഷണം എന്ന് പറയുന്ന ഒരു വിവേചന ശേഷി ഇല്ലാത്ത, വിവേചനപൂർണ്ണ ഇല്ലാത്ത ഒരു സമൂഹത്തിൽ എന്താണ്, പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനൊന്നും ഇത് ഉപകരിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ ഈ ഡോഗ്മാറ്റിസം ഒഴിവാക്കാൻ നമ്മൾ ക്രിട്ടിക്കൽ തിങ്കിങ് നമ്മൾ അഭ്യസിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ഇതിനെങ്ങനെ, ഹൗ ടു ഓവർകം എന്നുള്ളത് നമ്മൾ ശരിക്ക് അത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ നമ്മൾ കേൾക്കുകയും അവരുടെ വിശ്വാസങ്ങളെ നമ്മൾ എന്ത് ചെയ്യുക, മുറുകെ പിടിക്കുകയും അതുപോലെ അത് ഈ ഡോഗ്മാറ്റിസത്തിനെയൊക്കെ നമ്മൾ മാറ്റി നിർത്തുകയും ചെയ്യുമ്പോഴാണ് ശരിക്കും ഒരു വ്യക്തി ബൗദ്ധികമായിട്ടും വളരുന്നത്. അത് ഏതൊരു മേഖലയിൽ ഈ ഡോഗ്മാറ്റിസം എന്ന് പറയുന്നത് ഫിക്സഡ് ആയിട്ടിരിക്കുന്നതാണ്. അത് ഒരു വ്യക്തിയിൽ മാത്രം നിക്ഷിപ്തമായ ഒന്നല്ല. ഇപ്പൊ സൈക്കോളജിയിൽ തന്നെ കുറേയധികം കാര്യങ്ങൾ നമ്മൾ ഇപ്പൊ പുതുതായിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതില് ഒരു ഡോക്ടർ സാറ് നമ്മുടെ ക്ലാസ്സിൽ ഇങ്ങനെ പറഞ്ഞു തന്ന ഒരു കാര്യം,
TA സൈക്കോളജിയിൽ പറയുന്ന കാര്യമാണ് അഡ്ജസ്റ്റ്മെന്റ്. അഡ്ജസ്റ്റ്മെന്റ് പറയുന്നുണ്ട്. പക്ഷെ അതുപോലെ തന്നെ കൊടുത്താൽ കൊടുക്കുന്നത് കിട്ടുമെന്നുള്ളത്. അത് ഒരിക്കലും പല ആൾക്കാരും 100ൽ 50% ആൾക്കാരും പറയുന്നത് നമ്മൾ എത്ര സ്നേഹിച്ചിട്ടും കാര്യമില്ല എന്നുള്ളതാണ്. അതായത് നമ്മൾ പറയുന്ന ഞാനെന്നൊരു ജീവി അവിടെ ജീവിച്ചിരിപ്പുണ്ട് എന്ന് പോലും ആ വീട്ടിലുള്ളവർക്ക് മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ ഇവര് അങ്ങോട്ട് സ്നേഹം കൊടുക്കാത്തതുകൊണ്ടാണോ? അവരവരുടെ മാക്സിമം അങ്ങോട്ട് കൊടുക്കുകയാണ്. അവരുടെ മാക്സിമം അവിടെ കൊടുക്കുകയാണ്. പക്ഷേ അവിടന്ന് ഇങ്ങോട്ട് കിട്ടുന്നില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? കൊടുത്താൽ ഇങ്ങോട്ട് കിട്ടും എന്നുള്ളത്. അപ്പൊ അത് കൊടുത്താൽ ഇങ്ങോട്ട് കിട്ടിയാൽ നല്ലത്. കിട്ടിയാൽ നമുക്ക് ലാഭം. അതല്ലെങ്കിൽ ഈ വിഷമം പറയുന്ന ആളിന്, ഇങ്ങനെ വിഷമം പറയുന്ന ആളിന്റെ മെന്റൽ സ്റ്റാറ്റസ് നമ്മൾ കുറെ കൂടി ഊർജിതപ്പെടുത്തേണ്ടതുണ്ട്. അവരുടെ ആ ഒരു മെന്റൽ സ്റ്റാറ്റസിനെ നമ്മൾ കുറെ കൂടി ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. എന്തും സഹിക്കാനുള്ള ഒരു കരുത്ത് ഈ സ്ത്രീ നേടിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങോട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു അൺകണ്ടീഷണൽ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു രീതി. അപ്പൊ ഇതൊക്കെ പൊളിച്ചെഴുതേണ്ടുന്ന കാലങ്ങൾ കഴിഞ്ഞു. അപ്പൊ ഇതെല്ലാം ഇങ്ങനെ തന്നെ നിലനിൽക്കുന്നത് കൊണ്ടാണ് മാക്സിമം നമ്മൾ ഈ കുഴപ്പങ്ങളിലേക്കൊക്കെ പോയി ചാടുന്നത്. അപ്പൊ ഈ ഡോഗ്മാറ്റിസം എന്ന് പറയുന്നത് അതൊരു വ്യവസ്ഥിതിയാണ്. സംസാരത്തിൽ മാത്രമല്ല, അത് നമ്മൾ പൊതുവെ മാറ്റിയെടുക്കേണ്ടുന്ന ഒരു കാലം കഴിഞ്ഞു എന്നുള്ളതാണ്. അതൊക്കെ മാറ്റത്തിൽ കൊണ്ടുവരണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഒരു ബാഡ് ഹാബിറ്റുകൾ, നമ്മൾ മാറ്റേണ്ടുന്ന ബാഡ് ഹാബിറ്റുകൾ. നമ്മുടെ കമ്മ്യൂണിക്കേഷനിലായാലും മറ്റ് ആരോഗ്യപരമായ ഒരു സംസാരം, രണ്ട് വ്യക്തികൾ, സുഹൃത്തുക്കൾ തമ്മിലായാലും, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലായാലും, മക്കളും പാരന്റും തമ്മിലായാലും, അല്ലെ, ആരായാലും, ടീച്ചേഴ്സും പാരന്റ്സും തമ്മിലായാലും, ടീച്ചേഴ്സ് തമ്മിലായാലും, നമ്മുടെ പ്രൊഫഷണൽ ലൈഫിലായാലും ഒക്കെ ഇത്തരം ഈ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാം? അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇത് അവോയ്ഡ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് നമുക്ക് നല്ലൊരു ആരോഗ്യപരമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് കൊണ്ടുവരാം. അപ്പൊ ഇന്ന് നമ്മൾ പറഞ്ഞ് ഒഴിവാക്കേണ്ടുന്ന 7 ശീലങ്ങളാണെങ്കിൽ ഇനി നമ്മൾ എന്തൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകാതെ ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ, ഈ പറഞ്ഞതിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അതും പറയാം. അതല്ല, ഒരു ഫീഡ്ബാക്ക് പറയാനുണ്ടെങ്കിൽ അതും പറയാം. എന്തായാലും ഞാൻ എന്റെ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുകയാണ്. ഇത്രയും സമയം, ഈ ഒരു സമയം മാറ്റിയിട്ട് പോലും ഈ സമയം നിങ്ങൾ കേട്ടിരുന്നതിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും നന്ദി പറയാം. സാധാരണ നമ്മുടെ ക്ലാസ്സിൽ ഒരുപാട് ആൾക്കാർ ഉണ്ടാവുന്നതാണ്. ഇപ്പോ 4 പേരേ ഉള്ളൂ. എങ്കിലും കുഴപ്പമില്ല, ഹാപ്പിനെസ് ആണ്. എനിക്ക് നല്ല ഹാപ്പി ഉണ്ട്. കാരണം നിങ്ങൾ അവസാനം വരെ കേട്ടിരുന്നല്ലോ. വളരെയധികം സന്തോഷമുണ്ട്. അപ്പൊ എന്തെങ്കിലും ഫീഡ്ബാക്കോ എന്തെങ്കിലും തിരുത്തേണ്ടതായിട്ടുണ്ടോ? കാരണം തിരുത്തലുകൾ നിങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടാവും. അത് തിരുത്താനും നമ്മൾ ഈ പറയുന്ന ഡോഗ്മാറ്റിസം നമ്മളിലും ഉണ്ടാവുമല്ലോ. അത് നമ്മളും തിരുത്താൻ തയ്യാറാവണം. അവിടെയാണ് നമ്മൾ ശരിക്കും ഒരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ കോച്ച് ആവുന്നത്, ശരിക്കും പറഞ്ഞാൽ. അപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. സൽമ എന്നൊരു പേര് കാണുന്നുണ്ട്. പ്രൊഫസർ സുഭാഷ്, ഹർഷ, നാസിയ. താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു നാസിയ. ബാക്കി ഉള്ളവർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടോ? നിങ്ങൾ എന്തെങ്കിലും ഫീഡ്ബാക്ക് പറയുമ്പോഴാണ് ശരിക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്കത് ഉപയോഗപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് ശരിക്കും മനസ്സിലാവുന്നത്. മാം നല്ലൊരു ക്ലാസ് ആയിരുന്നു. പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റി. കാരണം പോയിന്റ് ആയത് പറഞ്ഞത് കൊണ്ട് എന്താ പറയാ, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റി. ഒരു വിപുലമായ ടോപ്പിക് ചെറിയ സമയത്തിനുള്ളിൽ നല്ല പോയിന്റ് ആയിട്ട് പറഞ്ഞ്, ഞാനൊരു കൗൺസിലർ ആണ്. ഞാൻ ഇതിന്റെ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. താങ്ക് യു മാം. താങ്ക് യു സൽമ മാം. താങ്ക് യു വെരി മച്ച്. മാം എവിടെയാ വർക്ക് ചെയ്യുന്നത്? ഞാൻ മൈൻഡ് ട്യൂണിങ് ആർട്ടിന്റെ ഒരു കൗൺസിലർ ആണ്. ഇപ്പൊ ഒരു സെന്റർ ഇട്ടിട്ട് ഒരു ഇൻസ്പയർ എന്ന് പറഞ്ഞ ഒരു മൈൻഡ് ട്യൂണിങ് ബെഞ്ചമിൻ സാറിന്റെ, ബെഞ്ചമിൻ, ഡോക്ടർ ബെഞ്ചമിൻ സാറിന്റെ. ഓക്കെ ഓക്കെ, താങ്ക് യു സൽമ മാം. താങ്ക് യു വെരി മച്ച്. നല്ല ഫീഡ്ബാക്ക്. അപ്പോ നമുക്ക് അതല്ല, ഫീഡ്ബാക്ക് പറയുന്ന സമയത്ത് നല്ല ക്ലാസ് ആയിരുന്നു എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് എന്തെങ്കിലും തിരുത്തേണ്ടതായിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് പറയാം. എന്നിൽ എന്തെങ്കിലും അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. ഓക്കെ മാം ഇപ്പൊ പറഞ്ഞില്ലേ പിന്നെ ഒരു ഹൗ ടു ഓവർകം, അതായത് ഡ്രഗ്സിനെ പറ്റിയൊക്കെ പറഞ്ഞില്ലേ. അപ്പൊ എല്ലാരും പറയുന്നത് ഡ്രഗ്സ് ഉപയോഗിക്കുമ്പോൾ
അതിനുള്ള എന്താ പറയാ ബാഡ് ആണ് പറഞ്ഞിരുന്നത്. പക്ഷെ മാം ഇപ്പൊ അതൊന്ന് തിരുത്തി. കാരണം എന്താ വെച്ചാൽ ഡ്രഗ്സ് ഉപയോഗിക്കാത്തവരില് എന്തൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞില്ലേ, അത് വലിയൊരു പോയിന്റ് ആണ്. കാരണം നമ്മൾ ഇനി ക്ലാസ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് മാം ഇപ്പൊ പറഞ്ഞു തന്നെ. താങ്ക് യു സൽമാ മാം, താങ്ക് യു വെരി മച്ച്. അതുപോലെ ബാക്കിയുള്ളവര് എന്താണ് അഭിപ്രായം? കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ട് കൂട്ടർ ഹലോ സംസാരിക്കുമ്പോൾ സോറി മാം കണ്ടിന്യൂ ചെയ്തോളൂ. പറഞ്ഞോളൂ, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മാം ഇത് പറഞ്ഞു. പറഞ്ഞ പോലെ ഇപ്പൊ ഈ നമ്മൾ ഈ ഡ്രഗ്സിന്റെ ഒക്കെ യൂസ് ചെയ്യുന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ശരിക്കും അത് കേൾക്കുമ്പോൾ നമുക്ക് ഒരു കൊതി പോലെയാണ് തോന്നാറുള്ളത്. യൂഫോറിയ സ്റ്റേറ്റ് അത് നമ്മൾ ഈ ലോകത്തല്ലാതെ തോന്നും. പക്ഷെ അതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് ഇപ്പൊ ചുരുക്കം ഡോക്ടേഴ്സ് മാത്രമേ നമ്മളിതിപ്പോ ഒരു പേഷ്യന്റ് കോംപ്ലിക്കേഷൻ വെച്ചിട്ട് സംസാരിക്കുന്നത്. ശരിക്കും മാം പറഞ്ഞൊരു രീതിയാണ്, അതായത് എന്തുകൊണ്ട് യൂസ് ചെയ്യുന്നില്ല, എത്രയോ ആൾക്കാർ യൂസ് ചെയ്യാതിരിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു അവർക്കുള്ളൊരു പോസിറ്റീവായിട്ട് ഈ ലൈഫിൽ നിന്ന് കിട്ടുന്നത് എന്തൊക്കെയാണെന്ന് കാണിച്ചു കൊടുക്കുമ്പോഴാണ് ശരിക്കും നെഗറ്റീവിനേക്കാളും കൂടുതൽ കുട്ടികൾക്കായാലും മറ്റുള്ളവർക്കായാലും നല്ലൊരു എഫക്റ്റ് കിട്ടുന്നത്. നമ്മൾ എപ്പോഴും ഇപ്പൊ ഖുറാനിലാണെങ്കിലും ശിക്ഷയെ കുറിച്ച് പറയുന്നതിനേക്കാൾ കൂടുതൽ രക്ഷയെ കുറിച്ചാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ അതെ കുട്ടികളെ പേടിപ്പിക്കുകയാണ് ചെയ്യാറ്. ശരിക്കും ഞാൻ അതെ. നരകത്ത് പോകുന്നു പറയുന്ന പോലെ നിസ്കരിച്ചു കഴിഞ്ഞാൽ ഇത്രയും ഇത് നമുക്ക് സ്വർഗത്തിലുണ്ട് എന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ നരകത്ത് പോകുന്നതിനെ കുറിച്ച് പറയുന്നത് പേടിപ്പിക്കുകയാണ് അതേ ചെയ്യുന്നത്. രീതി, അതെ പേടിപ്പിക്കുന്ന, അതായത് ദൈവത്തിനോടും കൂടെ പേടിയാണ്. ഇഷ്ടമല്ല, ഇഷ്ടത്തെക്കാൾ കൂടുതൽ പേടിയാണ് ഇപ്പോ തോന്നുന്നത്. അത് ഡ്രഗ്സ് ശരിക്കും അഡിക്റ്റ് റോങ് ആയിട്ട് ആവുന്ന, അതെ, പറഞ്ഞോളൂ. അല്ല, അത് ശരിക്കും ഇപ്പൊ മാം പറഞ്ഞ പോലെയാണ് ശരിക്കും കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. ഏത് കാര്യത്തെ കുറിച്ചാണെങ്കിലും ആ ഒരു പോസിറ്റീവായിട്ടുള്ള രീതി, അത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ എന്തൊക്കെ നമുക്ക് കിട്ടാനുണ്ട് എന്നുള്ളതാണ് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കേണ്ടത്. ശരിക്കും നല്ലൊരു വേ ആണ്. കാരണം ഏത് കൗൺസിലിംഗും നമുക്കൊരു ബാഡ് എഫക്റ്റ് മാത്രമാണ് എല്ലാത്തിലും ഈ ഫോളോ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു മെത്തേഡാണ് അതെ, ശരിക്കും മാം പറഞ്ഞപ്പോഴാണ് ശരിക്കും ഇപ്പൊ പറഞ്ഞ പോലെ ഓരോ കാര്യത്തെ കുറിച്ച് മാം കൂടുതൽ പോയിന്റുകൾ കുറച്ച് സമയം കൊണ്ട് നമുക്ക് ഡീപ്പായിട്ട് ചിന്തിക്കാൻ പറ്റുന്ന രീതിയിൽ താങ്ക് യു അത് മാം. ഭയങ്കര അതാണ് എഫക്റ്റീവ് നമുക്ക് ആയിട്ടുണ്ട്. കാരണം വേണ്ടത്. ശരിക്കും ഈ അരമണിക്കൂർ നമ്മളിങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കുക എന്ന് പറയാം, കണ്ണടയ്ക്കാതെ കേട്ട് നിൽക്കുക എന്ന് പറയുന്ന പോലെ തന്നെയായിരുന്നു. നമ്മളെ താങ്ക് യു. ലൈഫിലാണെങ്കിലും മക്കളുടെ കാര്യത്തിലാണെങ്കിലും പുറത്തുള്ള ഇതിലാണെങ്കിലും ഒക്കെ ഫോളോ ചെയ്യാൻ പറ്റും. ഞാൻ നഴ്സാണ്. സൈക്കോളജി ആ, എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഇത്തരം ക്ലാസ്സുകൾ ഭയങ്കരമായിട്ട് കേൾക്കും. ഓക്കെ, എനിക്ക് താങ്ക് യു. മക്കൾക്കാണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുമ്പോൾ ശരിക്കും അതൊക്കെ ഞാൻ ഫോളോ ചെയ്തിരുന്നത് ഒരു നമ്മൾ കേട്ട് വഴകിച്ചൊരു രീതി, അതായത് ശിക്ഷയെക്കുറിച്ചും ഇതിന്റെ ബാഡ് എഫക്റ്റുകളെ കുറിച്ചും ഒക്കെയാണ്. ശരിക്കും ഈ ഒരു മെത്തേഡ് ഞാനിപ്പോ കുറച്ച് 2-3 വർഷമായിട്ട് സൈക്കോളജിയിൽ പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് ശരിക്കും നമ്മൾ പോസിറ്റീവാണ് ആദ്യം കൊടുക്കേണ്ടത് എന്നുള്ളത് പഠിച്ചു തുടങ്ങിയത്. എന്റെ ലൈഫിൽ വരെ മാറ്റം വരുത്തിയത്. അതെ താങ്ക് യു അതെ. മാം. ഇനി ആർക്കെങ്കിലും പറയാനുണ്ടോ? അതുപോലെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. നമ്മളിപ്പോ ജെൻസിയെ കുറ്റം പറയുന്നുണ്ടല്ലോ. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കാം, നമുക്ക് എന്തെങ്കിലും അഡിക്ഷൻ ഉണ്ടോ എന്ന് ചിന്തിച്ചു നോക്കാം. ഇപ്പൊ എനിക്കൊരു അഡിക്ഷൻ ഉണ്ടായിരുന്നു, അതായത് ഭയങ്കരമായിട്ട് ചായ കുടിക്കുന്നവർ, അതൊരു ബാഡ് ഹാബിറ്റ് ആണ്, അതൊരു അഡിക്ഷൻ ആണ്. ഈ പറഞ്ഞ പോലെ ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ് അമിതമായി നമ്മൾ എന്ത് യൂസ് ചെയ്താലും. ഇപ്പൊ സിഗരറ്റ് വലിക്കുന്ന ഒരാൾക്ക് സിഗരറ്റ് വലിക്കാതിരിക്കാൻ പറ്റില്ല, കള്ളു കുടിക്കുന്ന ഒരാൾക്ക് കള്ളു കുടിക്കാതിരിക്കാൻ പറ്റില്ല, ചായ കുടിക്കുക. അപ്പൊ ഈ കള്ളു പോലെ തന്നെയാണ് ഇവിടെ കുറെ അങ്ങ് കിക്ക് ആവുന്നില്ല എന്നുള്ളേ ഉള്ളൂ. നമ്മൾ കള്ളു കുടിക്കുന്ന സമയത്ത് കിക്ക് ആവുന്ന പോലെ കിക്ക് ആവുന്നില്ല ചായ കുടിക്കുമ്പോൾ. പക്ഷെ ഒരു ദിവസം ചായ കുടിക്കാതെ ഭയങ്കര തലവേദന, ഒരു തൊണ്ട വരണ്ട് പോവുക, വല്ലാത്തൊരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ഈ ബാഡ് ഹാബിറ്റുകൾ ഒഴിവാക്കുന്ന ഒരു ക്ലാസ്സിൽ കയറിയപ്പോഴത്തേക്ക് അതൊക്കെ ഒഴിവാക്കുക, ചായയിൽ 40-ലധികം വിഷാംശങ്ങളുണ്ട്, നിങ്ങൾ ഒഴിവാക്കുക എന്നൊക്കെ പറഞ്ഞു. ഞാൻ എന്ത് ചെയ്തു, പിറ്റേന്ന് മുതൽ എന്നാ ഇനി ഞാൻ ചായ കുടിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ ചായ കുടിക്കായിരുന്നു. ഒരാഴ്ച ഞാൻ തലവേദന എടുത്ത് കിടന്നു. ഒരാഴ്ച ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഒരേ കിടപ്പ് തന്നെ. അപ്പൊ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ തലവേദന വന്നു എന്ന് ചിന്തിച്ചിട്ട് എത്ര ചിന്തിച്ചിട്ട് എനിക്ക് പിടികിട്ടുന്നില്ല. ലാസ്റ്റ് ആണ് എനിക്ക് മനസ്സിലായത് ഞാൻ ചായ കുടിക്കാത്തത്. പിന്നെ വീണ്ടും ചായ കുടിക്കാൻ തുടങ്ങി. അവസാനം ഞാനൊരു വിദഗ്ധ ഉപദേശം തേടി, ഇതെങ്ങനെ ഒഴിവാക്കാം. എനിക്ക് പിന്നെ ഇത് ഒരു ആൻസൈറ്റി പോലെ ആയി, ഇത് ഒഴിവാക്കണം എന്നുള്ളൊരു ചിന്ത. കാരണം എന്റെ ബോഡി പ്രായമായി വരുന്നതിനനുസരിച്ച് നമ്മുടെ ബോഡിയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകളാകുമ്പോൾ സ്ത്രീജന്യ ഹോർമോണുകളുടെ അതിപ്രസരണം നമ്മുടെ മാനസിക ശാരീരിക പ്രശ്നങ്ങൾക്കൊക്കെ കാരണമാവും. അപ്പൊ ഇത് പൂർണ്ണമായി ഒഴിവാക്കണമെന്നൊരു ചിന്ത എനിക്ക് വന്നു. അപ്പൊ ഇത് എങ്ങനെ ഒഴിവാക്കും, പറ്റുന്നില്ല. അങ്ങനെ ഞാനൊരു വിദഗ്ധ ഉപദേശം തേടിയപ്പോഴാണ് അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നത്, നിങ്ങൾ 2 ഗ്ലാസ് കുടിക്കുന്ന സമയത്ത് 2 സമയം കുടിച്ചോളൂ, പക്ഷെ അര ഗ്ലാസ് വെച്ച് കുടിച്ചോന്നു. അങ്ങനെ അര ഗ്ലാസ് വെച്ചു. പിറ്റേന്ന് അത് കുറച്ചുകൂടി കുറയ്ക്കാൻ പറഞ്ഞു. പിന്നെ ഒരു കവള് ചായ, പിന്നെ അതും ഇല്ലാതാക്കുക. പിന്നെ ഒരു നേരം പൂർണ്ണമായി ഒഴിവാക്കുക, പിന്നെ ഒരു കവള് ചായയിലേക്ക് വരിക, അത് അങ്ങനെ അങ്ങ് ഒഴിവാക്കുക. അങ്ങനെ ഒന്ന് ചെയ്തു നോക്കാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ ചെയ്തപ്പോ ഓക്കെയാണ്, എനിക്ക് പിന്നെ പ്രശ്നമില്ല, തലവേദനയില്ല.
ഈ ആരാധനാ കർമ്മങ്ങളിൽ ശ്രദ്ധ കിട്ടാറില്ല. അപ്പൊ ഇതെല്ലാം എന്താണ്? ഇന്റർനെറ്റ് കണക്ഷൻ പോയോ? സ്റ്റക്കായോ? അതെ മാം, ഇടയ്ക്ക് ഒന്ന് സ്റ്റക്കായി. ആ അപ്പൊ ഇത് ഈ ആരാധനാ കർമ്മങ്ങളിൽ നമുക്ക് ശ്രദ്ധ കിട്ടുന്നില്ല. ഈ ഒരൊറ്റ ചായയുടെ പ്രശ്നമാണ്. അപ്പൊ ഇതുപോലെയാണ് ഡ്രഗ്സ് അടിക്കാൻ തുടങ്ങിയ പിന്നെ ഒരു രക്ഷ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ഈ മക്കളെ കുറ്റം പറഞ്ഞിട്ട് ഈ പുറത്തേക്ക് പോയി ഇതൊക്കെ കഴിക്കുന്ന മക്കളെയോ അല്ലെങ്കിൽ ഒരു കള്ളുകുടിയനോ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കുറ്റം പറയുന്നതിനപ്പുറത്തേക്ക് നമുക്ക് അവർക്ക് വേണ്ടി എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കാം. പിന്നെ ഈ ഡി അഡിക്ഷൻ സെന്ററിൽ വന്നിട്ട് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്, നിങ്ങൾ ഇത് ഉപയോഗിക്കരുതേ. അവര് തലേ കൈവച്ച് വിളിക്കാണ്, നിങ്ങൾ ഇത് ഉപയോഗിക്കുകയേ ചെയ്യരുത്. അവരിപ്പോ അതിന് അനുകൂലമായിട്ട് ആൾക്കാർക്ക് ക്ലാസ്സുകൾ കൊടുത്തു കൊടുത്ത് പോവുകയാണ്. അപ്പൊ ഇന്ന് തന്നെ ഒരു കള്ളുകുടിയന്റെ ഒരു ഇത് ഞാൻ കണ്ടു. ഭയങ്കര ഒരു സന്തോഷം തോന്നി. അതോടൊപ്പം അയാൾ പറയുന്ന കാര്യങ്ങൾ കേട്ടപ്പോൾ കണ്ണ് നിറഞ്ഞു പോയി. കാരണം അദ്ദേഹം പറയുന്ന ഒരു കാര്യം നമ്മുടെ ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ടതല്ല എങ്കിലും ഞാൻ പറയാണ്, നമുക്ക് പറയുമ്പോ എല്ലാം പറയണല്ലോ. ഇദ്ദേഹം കള്ളുകുടി കുടിക്കുന്ന സമയത്ത് ഈ മക്കൾക്ക് പേടിയാണ് ഇയാളോട് പോവാൻ. ഇയാൾക്ക് തന്നെ അവസാനം തോന്നി, ഇയാൾക്ക് അപ്പൊ ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതിൽ നിന്ന് ഒഴിവാകാൻ തീരുമാനിച്ചത്? അത് എനിക്ക് തന്നെ സ്വയം തോന്നിയെന്നാണ്. ആ തോന്നൽ എല്ലാവർക്കും വരില്ല. ബൈ ചാൻസിൽ ഒന്നോ രണ്ടോ പേർക്ക് ആ തോന്നൽ വന്ന് അവർ രക്ഷപ്പെട്ടാൽ രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ ആരെങ്കിലും നിർബന്ധമായിട്ട് പിടിച്ചു കൊണ്ടുപോകണം. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ ഇദ്ദേഹം പറയുന്നത് ഇപ്പൊ എന്റെ മക്കൾ എന്റെ അടുത്ത് വരുന്നുണ്ട്, അയാളുടെ മുഖത്ത് ആ ഊർജ്ജസ്വലത കാണുന്നുണ്ട്. പിന്നെ പാരന്റ്സ്, ഒരു കുട്ടിയെ ഒരു എന്റെ ഫാദറിന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളുടെ മകൻ, ആ പുള്ളിക്കാരനെ പറ്റി പാരന്റ്സിന് ഭയങ്കര പരാതി. അപ്പൊ ഇവരുടെ ഈ പരാതി കേട്ടപ്പോ എനിക്ക് തോന്നി ഈ കുട്ടി എന്തെങ്കിലും അഡിക്റ്റ് ആയിട്ടുണ്ടാവണം എന്ന് ചിന്തിച്ചു. അപ്പൊ നോക്കിയപ്പോ അവനെ കണ്ടപ്പോ അവൻ നല്ല ഊർജ്ജസ്വലമായി സംസാരിക്കുന്നു, മാന്യമായി പെരുമാറുന്നു, നല്ലൊരു കുട്ടി, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അവ ഇപ്പൊ +2 പഠിക്കുകയാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ പാരന്റിനോട് പറഞ്ഞു, അവന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, പ്രായത്തിൻ്റെതായ ഒരു ഇതാണ്. അപ്പൊ ടീച്ചറിനെ വിളിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞു അവൻ ക്ലാസ്സിൽ ആക്റ്റീവാണ്, പക്ഷെ ഭയങ്കര ബഹളമാണ്. അപ്പൊ ഈ ബഹളം ടീച്ചർ പാരന്റ്സിനെ അറിയിച്ചപ്പോൾ ഉണ്ടായ ഒരു ഇതാണ് ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അവൻ പറയണേ എനിക്ക് നന്നായിട്ട് പഠിക്കാൻ ആഗ്രഹമുണ്ട്, എനിക്ക് പഠിക്കണം, അങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് അവന് നല്ല നല്ല ആഗ്രഹങ്ങൾ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ പാരന്റ്സിന്റെ ജഡ്ജ്മെന്റ് ആണ് ഈ പറയുന്ന പ്രശ്നങ്ങൾക്കൊക്കെ കാരണം. പാരന്റ് കംപ്ലൈനിങ് മാത്രം പറയുന്ന കുട്ടികളെ പറ്റി ജഡ്ജ്മെന്റ് ചെയ്യുന്നു, അവിടെയാണ് പ്രശ്നങ്ങൾ വരുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മൾ നമ്മുടെ വീടിനകത്ത് തന്നെ ഒഴിവാക്കേണ്ടുന്ന കാര്യങ്ങളാണ് ഈ കംപ്ലൈനിങ്, അതുപോലെ ഈ ജഡ്ജ്മെന്റും നെഗറ്റിവിറ്റിയും ഒക്കെ. അപ്പോ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമുക്ക് പറയാം, അതല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഒരു പ്രൊഫസർ സുഭാഷ് അദ്ദേഹത്തെ കാണുന്നുണ്ട്. മൈക്ക് ആ മാഡം, ഞാൻ കേൾക്കുന്നത് ഇവിടെ റേഞ്ച് വളരെ കുറവാണ്. എനിക്കറിയത്തില്ല കേൾക്കാൻ ഒക്കുമെന്നുള്ളതാണ്. ഓക്കെ, ക്ലാസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ കൂടുതൽ കമ്മ്യൂണിക്കേഷൻ ക്ലാസ് ഒക്കെ എടുത്തുകൊണ്ടിരുന്ന ആളാണ്. ആണോ? ഇതിനകത്ത് എനിക്ക് അപ്പം നമ്മുടെ ഈ വെബിനാർ ആകുമ്പോൾ ഒത്തിരി ലിമിറ്റഡ് ആണ്, നമുക്ക് ഒരു ബോഡി ലാംഗ്വേജ് ഒന്നും ലിമിറ്റഡ് ആണ്. അങ്ങനെയൊക്കെയുള്ള ഇംപ്രസ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കുറവാണ്. എന്നിരുന്നാൽ തന്നെ ആ ലിമിറ്റഡ് ഒരു കട്ടാവുന്നുണ്ട്. കട്ടാവുന്നുണ്ട് സാർ. ശരിയാ. ആ ഓക്കെ, അതാ മാഡം, ഞാൻ അതുകൊണ്ടാണ് സംസാരിക്കാൻ. ഓക്കെ. എന്നാൽ ഒരു കമ്മ്യൂണിക്കേഷൻ കോച്ച് എന്ന രീതിയിൽ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും അഡ്വൈസ് തരാനുണ്ടാവൂലേ? സാറ് ക്ലാസ് എടുത്തിരുന്ന ആളാണെന്നാണല്ലോ പറഞ്ഞേ. അതെ അതെ അതെ, ഞാൻ ഒത്തിരി പ്രത്യേകിച്ച് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ള ക്ലാസ്സുകളാണ് കൂടുതൽ എടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ അതിനകത്ത് ഈ ബോഡി ലാംഗ്വേജിനും നമ്മുടെ ഇമോഷനും വലിയൊരു പങ്കുണ്ട് ഓരോ ക്ലാസ്സിൽ. അതെ അതെ, അതുണ്ട്. പക്ഷെ നമ്മുടെ ഓൺലൈനിൽ നമുക്ക് എല്ലാം ഈ പറഞ്ഞ പോലെ പരിമിതമാണ് അല്ലേ? പരിമിതമാണ്. എങ്കിലും മാക്സിമം ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. നമ്മളൊക്കെ വളർന്നു വരുന്ന ഇപ്പൊ ഇംഗ്ലീഷിന്റെ കമ്മ്യൂണിക്കേഷൻ എന്നൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടി ഹയർ ലെവൽ ആയിരിക്കും. നമ്മളൊക്കെ ഈ കൂണ് പൊട്ടി മുളച്ചതുപോലെ ഇങ്ങനെ മുളച്ചൊക്കെ വരുന്നതേ ഉള്ളൂ. ഇല്ല, ഇങ്ങനെയുള്ള ഡയലോഗുകൾ നടക്കുമ്പോഴാണല്ലോ സമൂഹത്തിൽ, പ്രത്യേകിച്ച് മെയിൻലി ഇപ്പോഴുള്ള ഒരു സ്ട്രെസ് എന്ന് പറയാൻ വാല്യൂസില്ല.
നമ്മുടെ യെസ്. വാല്യൂ സിസ്റ്റംസ് എപ്പോഴും നമ്മുടെ ഒരു അത് ഓരോ സമൂഹം നമ്മൾ വളർന്നു വരുന്ന സമൂഹത്തിൽ നമുക്ക് ഇംബൈബ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അതെ. ഇതിനകത്തുള്ള ഏറ്റക്കുറച്ചിലുകൾ കാരണമാണ് ഈ ഒരു കൺഫ്യൂസ്ഡ് ഒരു ജനറേഷനാണ് വളർന്നു വരുന്നത്. അതെ. അവിടെയാണ് നമ്മൾ ഈ പലപ്പോഴും അഡിക്ഷനിലേക്കും പ്രത്യേകിച്ച് റോങ് കമ്മ്യൂണിക്കേഷൻ എല്ലാം നടക്കുന്നത് ഈ വാല്യൂസ് കൺഫ്യൂസ്ഡ് ആയപ്പോഴാണ്. അപ്പൊ അതാണ്. അവിടെയാണ് ശരിക്കും ക്ലാരിറ്റി വരുന്നത്. അവിടെയാണ് ശരിക്കും ക്ലാരിറ്റി മാത്രമല്ല, സമന്വയം വരണം. അതായത് പല വിശ്വാസങ്ങളുള്ളവർ ഒത്തൊരുമിച്ച് നമ്മളിപ്പം മാഡം തന്നെ പറഞ്ഞ പല കാര്യങ്ങളുണ്ടല്ലോ, അതായത് പൊളിച്ചടക്കണം പല പ്രാവശ്യം പറഞ്ഞു. അതെ. അങ്ങനെയുള്ള കാര്യങ്ങളിൽ അത് വാല്യൂസ് ഡിസ്കഷൻ നടന്നിട്ട് ഒരു കോമൺ ഗ്രൗണ്ടിലേക്ക് നമ്മൾ വരണം. അതെ. അതാണ് ഇന്നത്തെ സമൂഹം ചെയ്യേണ്ട ഒരു കാര്യം. അതാണ് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പലരുമായിട്ടും ബന്ധപ്പെടുന്നുണ്ട്. ഇപ്പൊ 2 ലേഡീസ് വെച്ചിട്ട് നമ്മളൊരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതില് ഒരാള് എടുത്ത ക്ലാസ് കുട്ടികളെ പറ്റി അവരുടെ ഗ്രാറ്റിറ്റ്യൂഡിനെ പറ്റി ഒരു ക്ലാസ് എടുത്തു. ഒരാള് ഡ്രഗ്സിനെ പറ്റി തന്നെയാണ് ക്ലാസ് എടുത്തത്. പാരന്റ്സിന് അവയർനെസ് കൊടുത്തതാണ്. പിന്നെ ഞാനും കുട്ടികളോട് എങ്ങനെ നമുക്ക് നല്ല സന്തോഷപരമായിട്ട് അവരോട് സംസാരിക്കാം എന്നുള്ളൊരു ക്ലാസ്സുകൾ 3. അത് എനിക്ക് അറിയാത്ത ഒരു വ്യക്തിയാണ്. പിന്നെ ഒരാളെ നമ്മുടെ കൂടെ ഉള്ള ആളാണ്, നമ്മുടെ വിമ്പിൾ അക്കാഡമിയിൽ തന്നെ ഉള്ള. അപ്പൊ ഇന്ന ആള് തന്നെ വേണമെന്നൊന്നുമില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സമൂഹത്തിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പൊ സാർ തന്നെ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് ക്ലാസ് എടുക്കുന്ന ആളാണെന്ന് പറഞ്ഞു. അപ്പൊ ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാവും. അപ്പൊ ആ ബന്ധങ്ങളെ വെച്ചുകൊണ്ട് തന്നെ പാരന്റ്സിന് അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മളെ കൊണ്ട് അതൊക്കെ പറ്റുള്ളൂ. ഈ ഭരണകൂടമൊക്കെ മാറി ചിന്തിക്കാത്തിടത്തോളം കാലം നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഒരു വ്യക്തി എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ എന്ന നിലയിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നതിനൊരു പരിധിയുണ്ട്, ഇല്ലേ? ആ പരിധിക്കുള്ളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് നമ്മൾ ചിന്തിക്കുക. അതിനെ നമ്മളൊരു വലിയൊരു മൊഡ്യൂളാക്കി എടുത്തുകൊണ്ട് നമ്മൾ പാരന്റ്സിന് കൂടുതലായിട്ട് അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ തന്നെ പല സ്ഥലങ്ങളിലും വില്ലന്മാര് പാരന്റ് ആണ്. ഈ കുട്ടികളുടെ ഹിസ്റ്ററി എടുത്തു വരുമ്പോ ഇപ്പൊ എന്റെ തൊട്ടടുത്ത പ്രദേശത്താണ് ഈ അഫാന്റെ കേസ് വന്നത്. അതും എത്രത്തോളം അതിൽ സത്യമുണ്ട് എന്ന് എനിക്കറിയില്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ ഗോസിപ്പുകൾ നമ്മൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് ശരിയല്ല. പക്ഷെ അവിടെയും പറയുന്നത് ഈ പാരന്റിന്റെ ഇടപെടലാണ് ഈ കുട്ടി ഇങ്ങനെ ആയത് എന്നുള്ളതാണ്. പിതാവ് പലപ്പോഴും എന്താണ് അവനെ അവിടെ കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവന് ഭ്രാന്ത എന്നുള്ള ഒറ്റ മട്ടിൽ പറഞ്ഞ അവന് എന്തോ ഭ്രാന്ത് കാണിക്കുന്ന എന്ന് പറഞ്ഞിട്ട് അങ്ങ് മാറ്റുന്ന ഒരവസ്ഥയാണ്. അപ്പൊ ഈ മരണപ്പെട്ട പെൺകുട്ടിയുടെ വീട്ടിൽ എന്റെ അമ്മാവൻ പോവുകയൊക്കെ ചെയ്തു. അവിടെ പോലീസും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ അടച്ചൊക്കെ ഇട്ടേക്കാണ്. അവിടെ 2 പോലീസ് ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. തുറന്നൊന്നും കാണിക്കുന്നില്ല. എന്നാൽ വീട്ടുകാർ മാനസികമായിട്ടൊരു വിഷമത്തിലാണ്. അപ്പൊ തൊട്ടടുത്തടുത്ത പ്രദേശങ്ങളിലാണ്, അറിയുന്നവരല്ല, പക്ഷെ അടുത്തടുത്ത പ്രദേശങ്ങളാണ്. ഈ നെടുമങ്ങാട്, വെഞ്ഞാറം വലിയ ദൂരമുള്ള അതല്ല. അപ്പോ അത് വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണ്. ഇതിന് പുറമേ തന്നെ ഇപ്പൊ ബിദിരയിൽ ഒരു കേസ് റിപ്പോർട്ട് ചെയ്തു, പേരന്റിനെ ഉപദ്രവിച്ചതിന്റെ പേരിൽ. കാണാൻ എന്തൊരു ഭംഗിയുള്ള കുട്ടികളാണെന്നറിയോ? കാണുമ്പോ നമുക്ക് സങ്കടം തോന്നാറുണ്ട്. ആരുടെ മക്കളായിക്കോട്ടെ, പക്ഷെ അത് നമുക്ക് ആ ഒരു വിഷമം തോന്നാറുണ്ട് അവരെ കാണുമ്പോ. അപ്പൊ ഈ ഒരു സമൂഹം മൊത്തത്തിൽ ശരിക്കും പറഞ്ഞാൽ മാറേണ്ടതുണ്ട്. പക്ഷെ ആ ഒരു ഭരണകൂടം ഒന്ന് ശക്തമായി ഒന്ന് വിചാരിച്ചാൽ കുറെയൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും താങ്ക് യു സാർ. അവസാനം വരെ കേട്ടിരുന്നല്ലോ, അതാണ് എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പൊ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ നിങ്ങളോട് അറിയിക്കുകയാണ്. അപ്പോ സിദ്ദീഖ് എന്ന് പറയുന്ന ആള് ലാസ്റ്റാണ് ജോയിൻ ചെയ്തതല്ലേ? എന്തായാലും റെക്കോർഡ് കാണുക. റെക്കോർഡ് വിമ്പിൾ അക്കാഡമിയിൽ ലഭ്യമാണ്. അപ്പൊ അത് കേട്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഒരുപാട് സമയം ഇരിക്കുക എന്നുള്ളത് നമുക്ക് ഇപ്പൊ ഈ ഒരു ഫാസ്റ്റിങ്ങിന്റെ ടൈം ആയതുകൊണ്ട് വളരെ ഡിഫിക്കൽട്ട് ആണ്. എങ്കിലും ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഒരു 4 പേരിലേക്കെങ്കിലും കുറച്ച് കാര്യങ്ങളിൽ എത്തിക്കാൻ സാധിച്ച ഒരു സന്തോഷത്തിലാണ് ഞാനും. അപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഫൈസൽ സാറിന്റെ ആയിട്ട് ബന്ധപ്പെട്ടാൽ എന്റെ നമ്പർ കിട്ടും. പിന്നെ നമ്മുടെ കോഴ്സുകൾ, കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കോഴ്സുകളൊക്കെ നമ്മളിപ്പോ ഡിസൈൻ ചെയ്യുന്നുണ്ട്. അതിലൊക്കെ നിങ്ങളുടെ പങ്കാളിത്തവും നിങ്ങളുടെ ഒരു ആശീർവാദം ഉണ്ടാവണമെന്ന് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ്. അപ്പൊ എന്തായാലും എനിവേ താങ്ക് യു വെരി മച്ച്. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു മാഡം.